അതോടൊപ്പം ഒരു കാര്യം പറയല്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ കാര്യമൊന്ന്, കാരണം എന്നെ സംബന്ധിച്ച് ഒരുപാട് പ്രചരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ആ പ്രചരണങ്ങൾ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടിയാണ്. അവർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒട്ടും അറിയാത്ത കാര്യങ്ങൾ പോലും എൻ്റെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് ഒരുപാട് പ്രചരണങ്ങൾ ഇവിടെ നടത്തുന്നത്. അത് ഏതൊക്കെയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയേണ്ടതുണ്ട്. മറ്റു കുറേ ഉണ്ട്, എനിക്കറിയുന്ന കാര്യമാണ്. ആരൊക്കെ പ്രചരിപ്പിക്കണമെന്നും പറയാൻ നമ്മളതിൽ അങ്ങനെ പ്രചരണത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ഉസ്താദിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ നമുക്കതിൽ വേദന ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ ഒരു മാസം മുമ്പ് ആകെ പ്രചരിപ്പിച്ചതെന്താ, സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റി നജാത്തിൽ വച്ച് ഉസ്താദിൻ്റെ ആണ്ട് നടത്തണം എന്ന് തീരുമാനിച്ചു. അതിന് ഞാൻ സമ്മതം കൊടുത്തില്ല എന്ന്. അതുകൊണ്ട് ഇവിടെ വെച്ച് നടത്താൻ കഴിയാത്തത് കൊണ്ട് നിലമ്പൂർ മർക്കസിൽ കൊണ്ടുപോയി നടത്തിയ ആകെ പ്രചരണം. മാത്രമല്ല അതിന് പകരമായിട്ട് അവിടെ നിലമ്പൂർ അവിടെ പിന്നെ ആണ്ട് വച്ച അതേ ദിവസം തന്നെ മാമ്പുഴ പിന്നെ കോളേജിൽ വെച്ച് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചു. ഇവിടുത്തെ ആൾക്കാരൊന്നും അങ്ങോട്ട് പോവില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് കരുന്നുണയാണ്. അത് പറയല്ലാതെ നിർത്തില്ല. ഉസ്താദിനോട് ബന്ധപ്പെട്ട് വേറെ കുറേ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഉസ്താദുമായി ബന്ധപ്പെട്ട് ഉസ്താദിൻ്റെ ആണ്ട് മുടക്ക ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. സംഭവം ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് അവർ സുന്നി യുവജന സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് ചേരുന്നു, സുന്നി മഹലിൽ ചേരുന്നു. ആ ചേരുമ്പോൾ അവിടുന്ന് നമ്മളെ സലീം അടക്കര ഒരു കമ്മിറ്റിയിലാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ചു. പിന്നെ KT ഉസ്താദിൻ്റെ ഒരാണ്ട് നജാത്തിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എനിക്ക് ആലോചിച്ചിട്ട്, ഞാൻ സ്വന്തം നിലക്ക് പറയില്ല, ആലോചിച്ചിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ സ്വഭാവം. ഞാൻ ഈ നജാത്തിൻ്റെ കാര്യത്തിൽ ഒറ്റയ്ക്ക് എന്നൊരു കാര്യം പറയില്ല. അത് വേണ്ടപ്പെട്ടവരോട് അന്വേഷിച്ച് മാത്രമേ ഞാനത് പറയാറുള്ളൂ. ഇത് നല്ല ഒരുപാട് കാര്യങ്ങൾ, ആ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അതിലും കുറേ വേദനയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ആലോചിക്കാതെ എൻ്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കൊരുപാട് തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അത് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നല്ലാതെ അതൊരു പ്രശ്നമാക്കുന്നത്. ഇതങ്ങനെയല്ല. ഇത് ഉസ്താദുമായി ബന്ധപ്പെട്ട. അപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ ഉള്ളത് അവിടുന്ന് വിളിച്ചു. ആ വിളിച്ച് അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ നിലമ്പൂർ മർക്കസ് പിന്നെ പുത്തനായി ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യോഗത്തിൽ വെച്ച് തന്നെ നിലമ്പൂർ മർക്കസിൽ വെച്ച് അത് നടത്താൻ തീരുമാനിച്ചു. ആ യോഗത്തിൽ പങ്കെടുത്തവരോട്, കാരണം ഇങ്ങനെ ആക്ഷേപിച്ച് നടക്കുകയാണല്ലോ, ഇന്നയാണ് ആക്ഷേപം, ഞാൻ മുടക്കി എന്നാണ് പറഞ്ഞു. ഉസ്താദിൻ്റെ ആണ്ട് ഞാൻ മുടക്കി എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുണ്ടല്ലോ. ഞാനത് അതിൽ പങ്കെടുത്തവരുമായി ബന്ധപ്പെട്ട് പിന്നെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ പറഞ്ഞത് ആ ബുദ്ധനെ തീരുമാനിച്ചിരിക്കുന്നത്, അല്ല പിന്നെ ഇവിടെ കിട്ടായിട്ടല്ല. അതിൻ്റെ പുറമെ ഞാൻ ആലോചിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതിനോട് ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടുമില്ല. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊരു കുറ്റവാളിയാക്കി മാറ്റുക എന്നല്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേര് കുറ്റവാളിയാക്കുക എന്നുള്ളതല്ലേ? പിന്നെ ഇവിടെ ഒരു മാമ്പുഴ ഹസനാത്ത് കോളേജിൽ വെച്ച് പിന്നെ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി, വിദ്യാർത്ഥികളുടെ എന്ന് പറഞ്ഞാൽ അത് SKSSF തലബ വീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. അതായത് ഈ മുത്തഅല്ലിമീങ്ങൾക്കുള്ള സംഘടനയാണ്. SKSSFൻ്റെ കീഴിലുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ദർസിലും അറബി കോളേജുകളിലും ശരിയാ കോളേജുകളിലൊക്കെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കുള്ള ഒരു സംഘടനയാണ് തലബ വിങ് എന്ന് പറയുന്നത്. SKSSFൻ്റെ കീഴിലുള്ളതാണ്. ആ തലബ വിങ് പിന്നെ ജില്ലാടിസ്ഥാനത്തിൽ ഏതാനും കുട്ടികളെ തിരഞ്ഞെടുത്തു. 50 60 അതിലേറല്ല, അത്രയും കുട്ടികളെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കാൻ ഒരു പരിപാടി ഇട്ടതാണ്. അത് മാമ്പുഴ അവർ പിന്നെ ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചു.
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തീരുമാനിച്ചു. ആ തീരുമാനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാസ്തവത്തിൽ പിന്നെ നിലമ്പൂർ നടക്കുന്ന ആ മർക്കസിൽ വെച്ച് നടക്കുന്ന ഉസ്താദിൻ്റെ പരിപാടി അതിൻ്റെ ശേഷമാണ് പത്രങ്ങളിൽ വരുന്നത്. എന്ന് തീരുമാനിച്ചാലും ശരി. ഇനി അത് മാത്രമല്ല, ഇവിടെ ഒരു 50 60 കുട്ടികൾ, അതിൻ്റെ അപ്പുറമല്ല, അത് ജില്ലൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന, ഇവിടുന്ന് വരുന്നതുമല്ല, ജില്ലൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നു എന്ന് വെച്ചാൽ ഈ നിലമ്പൂരെ പരിപാടിക്ക് ആൾ കുറയോ? ഈ കുട്ടികളൊന്നും അവിടേക്ക് നിലമ്പൂർക്ക് പോവില്ലല്ലോ. അപ്പം അത് മുടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനാണ് സംഘടിപ്പിച്ചത്, വേണ്ട കാര്യങ്ങൾ ചെയ്തത്. സങ്കടമുണ്ട്. യഥാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമേ ഈ അവസരത്തിൽ ഉണർത്താനുള്ളൂ. സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാം. ഈ സമ്മേളനത്തെ ഇന്ന് നമ്മളീ കൂടിയതിനെ പറ്റി ഇത് ഏതാനും ദിവസം മുമ്പ് ഇവിടെ യോഗം നടന്നല്ലോ, കാളി ഫൗണ്ടേഷൻ്റെ. അതിനെതിരായിട്ടാണെന്നുള്ള ഭയങ്കര പ്രചരണം അതും നടക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥം നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പം ഈ നുണയിലെ ഒരു സംഗതി, ആ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഒന്ന് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അത് തായായി നിലനിൽക്കില്ല.